വാർഡ് ശാഖാ കമ്മിറ്റികളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം നമ്മൾ ആഗ്രഹിച്ചത്. 7-ാം തീയതിയായിരുന്നു നമ്മൾ ഈ ചടങ്ങ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരുമ്പോഴാണ് കൈരളിക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റും ജനമനസ്സുകളിൽ കുടിയേറിയ അനുഗ്രഹീത പൊതുപ്രവർത്തകനുമായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിന്റെ നിര്യാണം ഉണ്ടായത്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായിരുന്നു. മുസ്ലിം ലീഗ് 3 ദിവസത്തെ ദുഃഖാചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് TC നിസാർ എല്ലാ പരിപാടികളും മാറ്റിവെക്കണമെന്ന നിർദ്ദേശം വന്നതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അസൗകര്യങ്ങളും പ്രയാസങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ക്ഷമാപണം നടത്തുകയാണ്. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെയും സയ്യിദ് ഉമ്മർ ബാഫക്കി തങ്ങളുടെയും പ്രിയങ്കരനായ PV-യുടെയും AV-യുടെയും അബ്ദുള്ളക്കുട്ടി ഹാജിയുടെയും ENJരിയുടെ ഒക്കെ മണ്ണിൽ PV-യുടെ ഒരു പ്രതാപകാലമുണ്ട്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം 9 സീറ്റ് നേടിയൊരു പ്രതാപകാലം. ആ കാലത്തിന് ശേഷം മുസ്ലിം ലീഗ് അതിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന 8 സീറ്റുകൾ കൈവരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ചരിത്ര വിജയം കരസ്ഥമാക്കിയ ഒരു സമയത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെ, മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞാൽ പിന്നെ തൊട്ടുടനെ പറയേണ്ടത് വനിതാ ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, MSF-ന്റെ, STU-യുടെ, KMCC-യുടെ, പ്രവാസി ലീഗിന്റെ, മറ്റു എല്ലാ പോഷക സംഘടനകളുടെയും ഒരു കെമിസ്ട്രി, വളരെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഏറെ അഭിമാനകരമായ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടി ഇന്ന് കൊയിലാണ്ടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടെ മുസ്ലിം ലീഗിന് നാളിതുവരെ 30 വർഷത്തിനിടയിൽ നമുക്ക് അധികാരത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പോഴും മുസ്ലിം ലീഗിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടായിരുന്നില്ല. ഇന്ന് 9/1/2026 വെള്ളിയാഴ്ച ഇന്ന് രാവിലെ 10 മണി മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി ലഭിച്ച സന്തോഷ വിവരം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഇതൊരു ടീം സ്പിരിറ്റിന്റെ ഭാഗമാണ്. ഇതിന് കൈമയും മറന്ന് പ്രവർത്തിച്ചത് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാരാണ്. നേതൃപരമായ പങ്ക് എന്ന് പറയുന്നത് അതിന് കൂടെ സഞ്ചരിച്ചതാണ്. എല്ലാ അർത്ഥതലങ്ങളിലും സ്വന്തം ജോലി പോലും നോക്കാതെ അഷ്റഫ് സാഹിബ് സ്വന്തം ജോലി പോലും നോക്കാതെ എല്ലാ നിലയിലും കഠിനാധ്വാനം